ഹലോ ഗൈസ്, ലെറ്റ്സ് മേക്ക് ആൻ ഈസി എഗ് റൈസ് അഥവാ മുട്ടച്ചോറ്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കി പരീക്ഷിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര കുക്കിംഗ് സ്കിൽസ് ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ സവാള. ഇത് കുറച്ച് എമൗണ്ടിനെയാണ്, അപ്പോൾ 2 സവാള എടുത്താൽ മതിയാവും. ഇനി സവാള നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാം. ഒരു 2 പച്ചമുളക് ഇട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഈസി ആയിട്ട് വഴണ്ട് വരുമെന്നാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കുക. നമ്മുടെ സവാള ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇടാം. മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇടാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ വഴണ്ട് വരണം. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇടാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളത്. ആ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക. തക്കാളി നല്ല വഴണ്ട് കിട്ടണം. ഈ ഒരു പരുവമാണ്. അവിടെ തക്കാളി ഉണ്ടെന്ന് പോലും അറിയില്ല. ഇനി നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കുക. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി മുട്ടയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ റെസ്റ്റിംഗ് പീരീഡൊക്കെ കഴിയുമ്പോൾ അതിനൊന്ന് കുത്തി ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുക. നമ്മൾ നോർമൽ മുട്ട ചിക്കിയത് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ. എന്നിട്ട് ആ മസാലയും മുട്ടയെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ ഒരു പരുവം. പിന്നെ അടിയിൽ പിടിക്കാതെ നോക്കിക്കോട്ടോ. നമ്മൾ എഗ് റൈസ് ആണല്ലോ ഉണ്ടാക്കണേ, അപ്പോൾ റൈസ് വേണമല്ലോ. അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഇടുക. ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുണ്ടാക്കുമ്പോൾ അല്ലാതെ വരുമായിരിക്കും. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കുക. ആ ചോറ് മസാലയും ഫുള്ള് നല്ല മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുക. അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഭയങ്കര സിമ്പിളല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റാ.